ചേച്ചി എന്നുള്ള രീതിയിലാണ് അവർ എൻ്റെ ഓരോ സിനിമകൾക്കും കമൻറ്റ് ചെയ്തിരുന്നെങ്കിൽ എല്ലാം നല്ലതേ ആയിരിക്കുള്ളൂ. അത് അവർ കൂടുതലും പ്രൊഫഷണലായിട്ട് എന്താ പറയുക, അതായത് കുറ്റം പറയില്ല, മീൻ വളരെ പെർട്ടിക്കുലറായിട്ട് അങ്ങനെ കുറ്റം പറയില്ല, എന്നാൽ അങ്ങ് പൊക്കി പറയുകയില്ല. സോ എപ്പോഴും രണ്ടത്തിൻ്റെ ഇടയിലായിരിക്കും. സോ അത് കാരണം നമുക്കും ഒരു ഒരു പുഷ്, നമ്മളെ പുഷ് ചെയ്യാനുള്ളൊരു ഫാക്ടറാണത്. അത് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് കാണിക്കാനാണ്. സോ അത് നമ്മൾ എൻകറേജ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. കൂട്ടത്തിൽ ഏറ്റവും ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്യുന്ന ആരാണ്? എനിക്ക് തോന്നുന്നു എൻ്റെ ചേച്ചിയാണ്. എൻ്റെ ചേച്ചിയാണ് കൂടുതലും ക്രിട്ടിസൈസ് ചെയ്യുന്നത്. കാരണം അച്ഛനമ്മയൊക്കെ ഒരു പുറമേ ഇങ്ങനെ അത് ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ചേച്ചി ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കി, ഇവിടെ കൊള്ളൂല, അവിടെ കൊള്ളാം, ഇവിടെ ചുണ്ട് ഇങ്ങനെയുണ്ട്, അവിടെ മൂക്കി എന്നൊക്കെ പറയും. ഞാൻ പറയും ഇതെനിക്ക് ഇത്രയേ ഉള്ളൂ, ഇത് എനിക്കൊണ്ട് കാണിക്കാൻ പറ്റും. സോ കീർത്തിയുടെ എനിക്ക് തോന്നുന്നു വലിയൊരു അഡ്വാൻറ്റേജ്, തമിഴ്നാട്ടിലുള്ളവർക്ക് തമിഴ് പൊണ്ണാണ്, മലയാളികൾക്ക് മലയാളികളുടെ സ്വന്തം കുട്ടിയാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ട്? അതെ അതെ, എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് രണ്ടും മുഖ്യ ആണ്, ലൈക്ക് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. കാരണം ഒന്ന് മലയാളം എന്ന് പറയുമ്പോൾ അച്ഛൻ, തമിഴ് എന്ന് പറയുമ്പോൾ അമ്മ. സോ മലയാളമാണ് ഞാൻ വന്ന ഇൻഡസ്ട്രി, തമിഴ് ഇപ്പം ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് എനിക്ക് രണ്ടും ഫീൽ ചെയ്യും എപ്പോഴും. മാസ്റ്റർ കഴിഞ്ഞ് പോയ ഒരു പോക്കാണ് കീർത്തി. അതിനുശേഷം നമ്മൾ കാണുന്നതെല്ലാം തമിഴ് സിനിമകളിലും തമിഴ് പാട്ടുകളിലും തെലുങ്കിലും ഒക്കെ ആയിട്ടാണ്. അവിടെ തന്നെ അങ്ങ് ഉറപ്പിച്ചോ? ഇല്ല, ഞാൻ അങ്ങനെയല്ല. കാരണം വെച്ചാൽ ഇപ്പോൾ റിംഗ് മാസ്റ്റർ കഴിഞ്ഞിട്ട് എനിക്ക് 1-2 ഓഫേഴ്സ് വന്ന സമയത്ത് എനിക്ക് ഡേറ്റ്സ് ഇല്ലായിരുന്നു. ഞാൻ തമിഴ് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ ഈ രജനി മുരുകനും ഈ തൊടരി എന്ന് പറഞ്ഞ ധനുഷ് സാറിൻ്റെ ഒരു സിനിമ അഭിനയിച്ചു. സോ അതൊക്കെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് 1-2 മലയാളം ഓഫേഴ്സ് വന്നത്. അതുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. തമിഴിൽ തന്നെ ഏതൊക്കെയോ ഡേറ്റ്സ് ക്ലാഷ് ആയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഡേറ്റ്സ് ഭയങ്കര ബിസി ആയിട്ട്? ഇല്ല, ഞാൻ ഡേറ്റ്സ് ക്ലാഷ് ആയിട്ടൊന്നുമില്ല. മേക്ക് ഷുവർ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാണ്ട് ഞാൻ നോക്കും. പക്ഷേ എനിക്ക് മലയാളം ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത്. സോ അതുകൊണ്ടാണ്, അല്ലാണ്ട് ഞാൻ മലയാളത്തിലേക്ക് വരുന്നതൊന്നും വിചാരിച്ചിട്ടില്ല. കാരണം ഇൻഫാക്റ്റ് തമിഴിലൊക്കെ എന്ന് പറയുന്നത് മലയാളത്തിന് വലിയൊരു വാല്യൂ ആണ്. ബിക്കോസ് കഴിഞ്ഞൊരു 2 വർഷമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നൊരു ചേഞ്ച് കാരണം തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലായാലും എല്ലാവരും മലയാള സിനിമകൾ കാണുന്നുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമം, ദൃശ്യം, ഇതുപോലത്തെ കുറേ സിനിമകൾ ഒരു ട്രെൻഡ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറയുന്നത് ഓക്കെ, എന്തൊക്കെ തമിഴ് സിനിമ ചെയ്താലും ഒരു വർഷത്തിൽ ഒരു മലയാള സിനിമയെങ്കിലും ചെയ്യണം എന്ന് പറയും. സോ അതാണ് അവരുടെ വാല്യൂ. ഒരു മലയാള സിനിമേനെ അവർ വിലയിരുത്തിയേക്കണം അത്രയും ഒരു വലിയ ലെവലിലാണ്. സോ അതുകൊണ്ട് മലയാളത്തിൽ വരാൻ പാടില്ല എന്നല്ല. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പക്ഷേ എത്രയും പെട്ടെന്ന് വരും. ധനുഷിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോഴൊരു അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു? ധനുഷ് സാർ പെർഫോമറാണ്, വലിയൊരു നമ്മൾ സ്ക്രീനിലൊക്കെ കണ്ടിട്ടുണ്ട്. നല്ലൊരു ആക്ടറാണ്. ഞാൻ അഭിനയിച്ചേക്കുന്നത് തമിഴിൽ ഞാൻ ആദ്യമായിട്ടൊരു സീനിയർ ആക്ടറായിട്ട് അഭിനയിക്കുന്ന പുള്ളിയാണ്. അപ്പോൾ സാറിനൊക്കെ പറഞ്ഞ പെർഫോമർ ആകുമ്പോൾ നമ്മൾ ഒപ്പത്തിനൊപ്പം അഭിനയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ പുള്ളി നമുക്ക് ആ സ്പേസ് തരും. പിന്നെ മാത്രമല്ല അതുപോലെ എന്താ പറയുക, പുള്ളി ഭയങ്കര ഒരു ഈസി കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് എടുക്കുന്ന ഒരാളാണ്. ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോകും. നമ്മളിവിടെ നിന്ന് പേപ്പറൊക്കെ ഇരുന്ന് പഠിച്ച് കഷ്ടപ്പെടുമ്പം അപ്പോൾ പുള്ളി ഭയങ്കര ഈസി ആയിട്ടാണ് ചെയ്യുന്നത്, അല്ലെ ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു കേക്ക് വാക്ക്, ആക്ടിങ് ഇസ് എ കേക്ക് വാക്ക് ഫോർ ഹിം എന്ന് പറയുന്ന പോലെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു ഇൻസ്പിറേഷനാണ്. കീർത്തിയെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല. ജനിച്ചപ്പോൾ തൊട്ടേ സിനിമകളെക്കുറിച്ച് കേട്ടും സിനിമകൾ കണ്ടും കൂടുതൽ അടുത്തറിഞ്ഞുമൊക്കെ വളർന്ന ഒരാളാണ്. എന്നിട്ടിപ്പോൾ ആക്ട്രസ്സായി മാറിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു 2 സ്റ്റേജസിലും സിനിമയെ കാണുമ്പോൾ അകത്തുനിന്നും പുറത്തുനിന്നും കാണുമ്പോൾ ആ ഒരു വ്യത്യാസം എങ്ങനെയാണ്? സിനിമ എന്ന് പറയുന്നത് എനിക്കൊരു പുതിയൊരു സംഭവമല്ല, ചെറുപ്പം മുതലേ കാണുന്നൊരു കാര്യമാണ്. കാരണം വീട്ടിൽ ഞാൻ കാണുന്നതും കേൾക്കുന്നതും അതാണല്ലോ, എൻ്റെ അച്ഛനമ്മ അറിയുമ്പോൾ അതാണല്ലോ. സോ എനിക്ക് ആ പുതിയ കാര്യമല്ല. പിന്നെ ഞാൻ ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് 2 സിനിമകൾ, 3 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമേനെ ഞാൻ സീരിയസ് ആയിട്ട് കാണുന്നത് ഞാൻ ഒരു നടിയായതിനു ശേഷമാണ്. അപ്പം എന്താ പറയുക,
ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പേടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ചെറുപ്പം മുതലുള്ള ഒരു ഇതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പം കുറേ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ ഞാൻ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളിതിൻ്റെ ഉള്ളിൽ വന്ന് ലൈക്ക് പ്രോപ്പറായിട്ട് ഇതൊരു സീരിയസ് ആയിട്ട് ഇതാണ് ലൈക്ക് ഇപ്പോൾ നമ്മുടെ ഇപ്പം എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അത് അങ്ങനെ കാണുമ്പം അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. കീർത്തി ഇപ്പോൾ പറഞ്ഞു സിനിമയാണ് ലൈഫ് എന്നുള്ളത്. അപ്പം സിനിമയാണ് ലൈഫ് എന്ന് തോന്നിയ ആ ഒരു ഏതൊരു മൊമെൻറ്റിലാണ് അങ്ങനെ തോന്നിയത്? അല്ല, എനിക്ക് അഭിനയിക്കണമെന്ന് ചെറുപ്പം മുതലേ എനിക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇത് വൈകിയോ എനിക്കറിയില്ല. എന്താ പറയുക, ഞാൻ അച്ഛനമ്മയ്ക്കും ഞാൻ പഠിച്ചു തീർക്കണം എന്ന് ഒരു ഭയങ്കര ഇതായിരുന്നു, കമ്പൽസറി ആയിരുന്നു. അപ്പം ഞാൻ 12 കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ പഠിത്തം കഴിഞ്ഞു, ഞാൻ അഭിനയിക്കട്ടെ എന്ന് വെച്ചു. അപ്പം നീ കോളേജ് പഠിക്കാതെ. അപ്പം അങ്ങനെ ഒരു 3 years വൈകിയല്ലേ? അതെ. അതെ, ഞാൻ ആക്ടിങ് അങ്ങനെ എന്തെങ്കിലും കോഴ്സൊക്കെ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷെ ആ സമയത്ത് ഐ തിങ്ക് PG എന്തോ ഉണ്ടായിരുന്നുള്ളൂ, അണ്ടർ ഗ്രാജുവേഷൻ എന്തെങ്കിലും ചെയ്യണം. ഞാൻ ശരി സിനിമയിലേക്ക് വരണം എന്നായിരുന്നു ആഗ്രഹം. അഭിനയിക്കാനാണ് കൂടുതൽ ആഗ്രഹം. എന്നാൽ അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു എത്തിയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഫീൽഡിൽ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ശരി കോസ്റ്റ്യൂം ഡിസൈൻ ഒക്കെ ചെയ്യണമെങ്കിൽ മേ ബി ഫാഷൻ ഡിസൈൻ ചെയ്യാം. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടാണ് ഞാൻ ഫാഷൻ ഡിസൈൻ തന്നെ എടുത്തത്. പിന്നെ സിനിമ തന്നെയായിരുന്നു ഉള്ളിൽ. അതെ, സിനിമ തന്നെയായിരുന്നു ഉള്ളിൽ. പിന്നെ ഇതോ ഭാഗ്യവശം ദൈവാധീനം പ്രിയനങ്കിൾ വിളിച്ചു, ഗീതാഞ്ജലിക്ക് വേണ്ടി വിളിച്ചു. അങ്ങനെ അത് എനിക്ക് തോന്നുന്നു പ്രിയനങ്കിൾ ആയതുകൊണ്ട് മാത്രമാണ് അന്ന് അച്ഛൻ സമ്മതിച്ചത്. അതിനിപ്പോൾ വേറെ ആരെങ്കിലും സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. സോ അപ്പം അങ്ങനെയാണ് അത് തുടങ്ങിയത്. അതൊരു ഒരു ഫ്ലോയിൽ അങ്ങ് വന്നതാണ്. അപ്പം ആദ്യം മുതലേ അച്ഛനമ്മ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അച്ഛൻ പറയും നിനക്ക് വേണ്ടി ഞാനൊരു സിനിമ എന്തായാലും എടുക്കുകയൊന്നുമില്ല. അപ്പം അതൊക്കെ താനേ വരണം എന്ന് പറയും. അതൊക്കെ താനേ വരേണ്ടതാണ്, നമ്മളിങ്ങനെ തേടിപ്പോയി വരേണ്ടതല്ല. സോ വരാനുണ്ടെങ്കിൽ അത് വരും എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അത് വന്നു. ഇപ്പോൾ ഡിസൈനിങ് പഠിച്ചതും സിനിമയുടെ തന്നെ ഭാഗമായി നിൽക്കണം എന്ന് കരുതിയിട്ടാണോ? അല്ല, തുടങ്ങിയപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ച് ഞാൻ തന്നെ എൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്യാമെന്നൊക്കെയാണ്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. ബിക്കോസ് അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ അതും ചെയ്യുക, അഭിനയിക്കുകയും വേണമെന്ന് പറഞ്ഞാൽ രണ്ടും കൂടി എനിക്കറിയത്തില്ല. മേ ബി ചെയ്യാം ഫ്യൂച്ചറിൽ. പക്ഷേ അത് ഭയങ്കര ഒരു ഹെക്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം എനിക്ക് അതിനുള്ളൊരു സമയമില്ല. പക്ഷേ കഴിയും തോറും ഞാൻ എൻ്റെ ഒരു ടച്ച് വിടാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. ലൈക്ക് ഞാൻ തന്നെ എന്തെങ്കിലും ഉടുക്കുന്നതോ അങ്ങനെയൊക്കെ ചിലപ്പോഴൊക്കെ സമയം കിട്ടുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യും. മലയാളത്തിൽ നായികയായിട്ട് അഭിനയിച്ച 2 ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഗീതാഞ്ജലിയിൽ 2 കഥാപാത്രങ്ങളെത്തി, ഇരട്ട വേഷങ്ങളിലാണ് എത്തിയത്. അതിനുശേഷം റിംഗ് മാസ്റ്ററിൽ നോക്കുകയാണെങ്കിൽ വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പം തുടങ്ങിയത് തന്നെ വളരെ ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. ആ ഒരു സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതോ ഈസി ആയിരുന്നു? ഗീതാഞ്ജലി ഞാൻ അത്രയും ബുദ്ധിമുട്ടിയിട്ടില്ല. കാരണം പ്രിയനങ്കിൾ ആയതുകൊണ്ട് നമ്മൾ എന്താ പറയുക, എനിക്ക് പ്രിയനങ്കിൾ ആണെങ്കിൽ എൻ്റെ ഒരു സെക്കൻഡ് ഹോം പോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊരു സെറ്റിലേക്കാണ്, ജോലിക്കാണ് പോകുന്നതെന്നുള്ളൊരു ഫീലില്ല. ഞാൻ രാവിലെ എണീറ്റ് തുടിച്ചാടി പോയിട്ട് അഭിനയിച്ചിട്ട് ഒരു ഫണ്ണായിട്ടുള്ളൊരു ഇതായിരുന്നു. പക്ഷേ അത് ഡബിളുകളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ കാര്യമായിട്ട് പ്രിയനങ്കിൾ അങ്ങനെ പഠിപ്പിച്ച് തരുമില്ല. ബിക്കോസ് പ്രിയനങ്കിൾ എപ്പോഴും നമ്മളായിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. ലൈക്ക് ഒരു കാര്യം അഭിനയിച്ച് കാണിക്കത്തൊന്നുമില്ല, നീ തന്നെ ചെയ്യണം എന്ന് പറയും. അപ്പോൾ എനിക്ക് അത് പക്ഷെ നമ്മളെ കൊണ്ടത് ചെയ്യിച്ചെടുക്കും. സോ അപ്പം ആദ്യത്തേത് അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ റിംഗ് മാസ്റ്റർ ചെയ്തപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടു ആദ്യം. ഈ ബ്ലൈൻഡായിട്ട് ഞാൻ 1-2 സിനിമകൾ ഇങ്ങനെ നമ്മുടെ യോധയിൽ ലാലങ്കിളുടെ ഒരു ചെറിയ ബിറ്റാണ് അത്, പിന്നെ ഗുരു, പിന്നെ മറ്റേ തമിഴിൽ രാജപാർവ്വ എന്ന് പറഞ്ഞിട്ട് കമൽ സാറിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നമ്മൾ പടം മുഴുവനും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം അത് ഇൻഫ്ലുവൻസ് ആവും എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എല്ലാത്തിൻ്റെ ഒരു ചെറിയൊരു 5-10 minutes കണ്ടിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. അതിലേക്കൊന്ന് ജെല്ലാവാൻ സമയമെടുത്തു, ഇങ്ങനെ ബ്ലൈൻഡായിട്ട് അഭിനയിക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായി. പിന്നെ ഇപ്പോൾ ഈ ആദ്യമേ ഇതൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഞാനായിട്ട് എടുത്ത് ചെയ്തതല്ല, ഇതൊക്കെ വന്നത് എന്തോ ഭാഗ്യം കൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞു, അതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഇനിയും ആക്ച്വലി കമേഴ്ഷ്യലായിട്ടുള്ള ഒരു ആസ്പെക്റ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, തമിഴിലായാലും എവിടെയായാലും. ബിക്കോസ് ഇതൊക്കെ പിന്നീടും ചെയ്യാം, എപ്പോൾ വേണോ ചെയ്യാം.
സോ കമേഴ്ഷ്യൽ ആയിട്ടുള്ള അതും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഞാനിപ്പം രജനി മുരുകനൊക്കെ ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. സോ എല്ലാം വേണം. നമ്മളിപ്പോൾ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്ന പെർട്ടിക്കുലർ ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഓൺ ദി അതർ സൈഡ് നമ്മൾ സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും പക്ഷെ ആ വന്നു പോകുന്ന ക്യാരക്ടറിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ പെർഫോമൻസ് ഉള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഇങ്ങനത്തെ എല്ലാ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നതേ ഉള്ളൂ ഇങ്ങനെ ഓരോന്നും വരുമ്പോൾ. റിംഗ് മാസ്റ്ററിന്റെ കാര്യം പറഞ്ഞു, രണ്ട് ചെറുതായിരുന്ന സമയത്തും വലുതായതിനു ശേഷവും ജനപ്രിയ നായകന്റെ കൂടെ അഭിനയിച്ചു. അപ്പൊ ആ സമയത്ത് എന്തായിരുന്നു, ബാലതാരമായിട്ട് വന്നു, പിന്നെ അത് കഴിഞ്ഞ് നടിയായിട്ട് നായികയായിട്ടും വന്നു. അതെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ദിവസം ഇങ്ങനെ റിംഗ് മാസ്റ്റർ ഞാൻ ഇങ്ങനെ ദിലീപേട്ടൻ്റെ അടുത്തിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ചിരി വരും, അയ്യോ ചേട്ടാ. അപ്പോഴത്തേക്ക് പണ്ടത്തെ എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്തോ? പണ്ടത്തെ റിലേറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ ഏകദേശം ഒരേ സ്ഥലങ്ങളായിരുന്നു. ഊട്ടി ലൊക്കേഷൻസ് ഒക്കെ ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പറയായിരുന്നു നമ്മൾ കുബേരൻ ഷൂട്ട് ചെയ്ത അതേ സ്ഥലമാണ് എന്നൊക്കെ പറയും. പിന്നെ പക്ഷെ ചേട്ടന് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ഞാൻ ചേട്ടൻ്റെ ഒപ്പം അഭിനയിക്കുന്നതെന്ന് പറയുന്നത്. എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ചേട്ടൻ്റെ ഒപ്പം ഞാൻ അന്ന് മോളായിട്ട് അഭിനയിച്ച് ഇന്ന് ചേട്ടൻ്റെ ഒരു ഹീറോയിനായിട്ട് അഭിനയിക്കാന്നുണ്ടെങ്കിൽ ആ ചേട്ടൻ തന്നെ ദിലീപേട്ടൻ്റെ സക്സസ് ആണ്. അപ്പൊ എനിക്ക് അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആദ്യത്തെ റിലീസിന്റെ ഗീതാഞ്ജലി റിലീസ് ചെയ്യുന്നതിന്റെ തലേ ദിവസം ടെൻഷൻ ഉണ്ടായിരുന്നു, അതോ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ കുഴപ്പമില്ല എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു? അത്ര കണ്ടിട്ടൊന്നുമില്ല. സിനിമ സീരിയസ് ആയിട്ട് കണ്ട് ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്ന സിനിമയാണല്ലോ ഗീതാഞ്ജലി. അപ്പം അതിൽ എനിക്ക് അത്രയും ഒരു സ്പേസ് ഉണ്ട്. അപ്പം നമ്മൾ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. ടൈറ്റിൽ ക്യാരക്ടറാണ്. അപ്പോൾ ആൾക്കാരത് എങ്ങനെ എടുക്കും, ഇഷ്ടപ്പെടുമോ ഇല്ലേ, പടം എന്തായിരിക്കും, അപ്പം എല്ലാത്തിനും ഒരു കൺസേൺ ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞ ടെൻഷൻ ഇസ് ദെയർ. അത് അന്നല്ല ഇന്നും എൻ്റെ സിനിമകൾ റിലീസാകുമ്പോൾ ടെൻഷൻ ഉണ്ടാവും. ഒരു സിനിമയിൽ നമ്മുടെ പേര് മാത്രമല്ല, നമ്മുടെ പേരും കഴിഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസറിനും കാശ് കിട്ടണം. കാരണം ഒരു പ്രൊഡ്യൂസറിൻ്റെ മകൾ എന്ന നിലയിൽ ഞാനത് മറക്കാത്തൊരു കാര്യമാണ്. അത് കേരളത്തിലാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും നവരാത്രി നമ്മൾ കാര്യമായിട്ട് ആഘോഷിക്കുന്ന ആൾക്കാരാണ്. നവരാത്രി മെമ്മറീസ് എങ്ങനെയാണ് നോർമലി സെലിബ്രേറ്റ്? നവരാത്രി നമ്മൾ വീട്ടിൽ മറ്റേ കൊലു വെക്കും, ഉമ്മക്കൊലു വെക്കും. അപ്പോൾ ഇപ്പം അമ്മ വെച്ചിട്ടുണ്ട്. അമ്മ ട്രിവാൻഡ്രത്തിലാണ് വെച്ചേക്കണേ. ഞാൻ ചെന്നൈയിലാണ് ഇപ്പോൾ. അമ്മ ആക്ച്വലി വെക്കും നമ്മൾ. പക്ഷെ എന്താ സംഭവിച്ചാൽ അത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വീട്ടിൽ ആളുണ്ടാവണം എന്നുണ്ട്, ലൈക്ക് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് രാവിലെയും വൈകിട്ടും. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഒറ്റയ്ക്കായിരിക്കും. അതുകൊണ്ട് നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അമ്മ ട്രിവാൻഡ്രത്തിൽ വെച്ചേക്കണം ഇപ്രാവശ്യം. എന്തായാലും എല്ലാ റിലീസുകൾക്കും എല്ലാവിധ ആശംസകൾ. ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.